ഹായ് പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളൊരു ചെടിച്ചട്ടിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ കയ്യിലൊരു അഡിനിയം പ്ലാന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെറിയ ചട്ടിയിലായതുകൊണ്ട് അതൊന്ന് മാറ്റി വെക്കണമെന്ന് തോന്നി. അപ്പോൾ നമ്മൾ അത് മാറ്റി വെക്കാനായിട്ട് നമ്മൾ ഒരു ക്രാഫ്റ്റ് രൂപത്തിൽ ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അതിന് നമ്മൾ കഴിയുന്നത് നമ്മുടെ കയ്യിലുള്ള പഴയ സംഭവങ്ങളാണ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് ആ ചട്ടിയുടെ വലിപ്പമുള്ള ഒരു പാത്രം എന്തെങ്കിലും അതും, പിന്നെ കുറച്ച് സിമൻറ്റും, പിന്നെ പഴയ തുണിക്കഷ്ണം, കുറച്ച് കട്ടിയുള്ള തുണിയാണെങ്കിൽ അതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മളെ ചണച്ചാക്ക്, നൂൽച്ചാക്ക് എന്നൊക്കെ പറയുന്നത് അതാണ് ഏറ്റവും നല്ലത്. അതെല്ലാം കട്ടി കിട്ടും. എന്നിട്ട് നമ്മൾ സിമൻറ്റ് എടുക്കുമ്പോൾ ഞാൻ എടുത്തേക്കുന്ന കുറച്ച് തരി ഉണ്ട് സിമൻറ്റിൽ. അത് ഒഴിവാക്കിയിട്ടൊന്നുമില്ല. നമ്മൾ പണ്ട് ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു ഷേപ്പാക്കി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാത്തവർ നല്ല സിമൻറ്റ് തന്നെ ഉപയോഗിക്കുക. അത് വെള്ളത്തിലെടുത്ത് കുറച്ച് മിക്സ് ആക്കിയതിന് ശേഷം, കുറച്ച് കട്ടിയിൽ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ തുണി വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ആ പാത്രത്തിൻ്റെ മേലെ ഒരു കവർ ഇട്ടിട്ടുണ്ട്. അത് അതിൽ ഒട്ടി പിടിച്ചിരിക്കാതിരിക്കാനാണ്. അപ്പോൾ എന്നിട്ട് തുണി വെച്ചിട്ട് നമുക്ക് വേണ്ട ഷേപ്പിലൊന്ന് അത് രൂപപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. സിമൻറ്റ് നല്ല രീതിയിൽ തുണിയിൽ ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ ഇതൊന്ന് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ വീണ്ടും അതിലേക്ക് സിമൻറ്റ് ഒന്ന് ലൂസാക്കിയിട്ട് ബ്രഷ് എടുത്തിട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി. ചെറിയൊരു ഹോൾ ഇടുന്നുണ്ട്. ഹോൾ അവസാനം ഇട്ടാലും മതി. ഹോൾ ഇട്ടാലും സിമൻറ്റ് വരുമ്പോൾ അത് ഫില്ലായി പോകും. പിന്നെ നമ്മൾ ഒടുവിൽ ഒന്നൊരു ഹോളാക്കി കൊടുത്താൽ മതി. കുഴപ്പമൊന്നുമില്ല. നമുക്ക് വേണ്ട രീതിയിൽ ചുളിവുകളൊക്കെ വരുത്തിയിട്ട് അതിൽ നമ്മൾ അങ്ങനെ ഉണക്കാൻ വയ്ക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം മുഴുവനായിട്ട് ഒന്ന് സമയം എടുക്കും അതൊന്ന് ഉണങ്ങി കിട്ടാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്രത്തോളം കട്ടി അതിൽ വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ബ്രഷിലാക്കിയിട്ട് തന്നെയാണ് ഇത് പുറം ഭാഗത്തും ഉൾഭാഗത്തും മൊത്തത്തിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉണങ്ങുമ്പോൾ നല്ല കട്ടിയിൽ കിട്ടും. അങ്ങനെ 2-3 പ്രാവശ്യം തേച്ചെടുത്താൽ അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് സ്പ്രേ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ പെയിൻറ്റ് അടിച്ചെടുത്താലും മതി, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സ്പ്രേ പെയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിങ്ങനത്തെ ഒരു രൂപമാണ് ആക്കിയത്. ഞാൻ പഴയ ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ ഒക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ കാണാം നിങ്ങൾക്ക് ഇത്. അപ്പോൾ മെറ്റാലിക് കളർ വെച്ചിട്ടാണ് നമ്മൾ ഏകദേശം നല്ല രീതിയിൽ തന്നെ നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് നിറയ്ക്കാനായിട്ട് എംസാൻ്റെ പൊടി, പിന്നെ കുറച്ച് കല്ല്, കുറച്ച് മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ പാത്രമാണ് നമുക്ക് അതിൽ ഒഴിവാക്കാനുള്ളത്. ഇതെടുത്തപ്പോൾ കോഡക്സൊക്കെ അത്യാവശ്യം നന്നായിട്ട് വലുതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് ആ വേരുകളൊക്കെ അതിലേക്കൊന്ന് ചുറ്റി കെട്ടി ഇപ്പോൾ നല്ല സെറ്റപ്പ് ആക്കിയിട്ട് അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിങ്ങനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് ഈ ചട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. അടുത്ത ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ഞാൻ ബൈ പറയുന്നു.